വാർഷികോത്സവത്തിന് മുമ്പ് ഞങ്ങളിവിടെ സമ്മേളനം നടത്തിയിരുന്നു. നിങ്ങളത് എല്ലാവരെ വിളിച്ചിരുന്നു. ഇപ്പോൾ 10 വർഷം പൂർത്തിയാവുകയാണ്. അതിൻ്റെ പരിപാടി 2027 ജനുവരിയിലായിരിക്കും. എന്നാൽ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള തുടക്കങ്ങൾ ഇപ്പോഴേ ചെയ്തു വച്ചിരിക്കുന്നു. അക്ഷരായനത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. വായന കൂട്ടായ്മയാണ് നിങ്ങൾക്ക്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ 10 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ 2025 ഇറങ്ങിയ ഏറ്റവും നല്ല നോവലിന് ഒരു 11,111 രൂപ ക്യാഷ് സമ്മാനവും അതുപോലെ പ്രശസ്തി പത്രവും മൊമെന്റും ഒക്കെ ആയിട്ട് കൊടുക്കാൻ കൂടെ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് അക്ഷരായനത്തിൻ്റെ ഈ വളർച്ചയിലെ ഒരു പ്രധാന ഘട്ടം ആയിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന് ഉണ്ടാവണം. ഈ വാർത്തകളൊക്കെ നമ്മുടെ ഇതിലേക്ക് വരുന്നതിന് ഉണ്ടാവുമെന്നറിയാം. ഞാൻ നിർത്തുകയാണ്. മറ്റു കാര്യങ്ങൾ കൺവീനർ ബെന്നിമാഷ് പറയും. അക്ഷരായനം തൃശ്ശൂർ ബേസ് ചെയ്താണ് ആരംഭിച്ചത് 2017. ഇപ്പോൾ 10ാമത് അക്ഷരായന വായനോത്സവം നടക്കുക. അക്ഷരപ്പത്ത് എന്നാണ് പേര്. അക്ഷരപ്പത്ത് എന്ന പേര് നൽകിക്കൊണ്ടാണ്. ഇതില് രജിസ്ട്രേഷൻ ഫീസോ അല്ലെങ്കിൽ യാതൊരുവിധ സാമ്പത്തിക കാര്യങ്ങളും ഇല്ല. വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വായനയോട് താല്പര്യമുള്ള ആളുകളുടെ കൂട്ടായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനം. ഇതിന്റെ ഔപചാരികമായ പരിപാടി ഓൺലൈനാണ്. കൂടുതലും വിദേശത്തായും ഇന്ത്യയിലായും സംസ്ഥാനത്തായും 12,000-ലധികം പേര് വായനാ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. 45 വാട്സപ്പ് ഗ്രൂപ്പുകളിലായി. അതിന്റെ ഉദ്ഘാടനം ജൂൺ 19 ദേശീയ വായനാ ദിനത്തിൽ ഡോക്ടർ സോണിയ ചെറിയാനാണ് നിർവഹിക്കുന്നത്. ആധുനിക എഴുത്തുകാരിൽ പ്രമുഖയായ ലോട്ടസും അതുപോലെ തന്നെ റെയിൻബോ രചയിതാവാണ് അവർ. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബ്രഹ്മൻ കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ആർ രാജശ്രീയാണ്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ വ്യക്തിയാണ്. പിന്നെ നമ്മുടെ തൃശ്ശൂരത്തെ രാമണ്യേട്ടനാണ് പിന്നെ അതിഥിയായി പങ്കെടുക്കുന്നത്. ഒരു വെബ്സൈറ്റ് കൂടി അന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. 2000-ഓളം കുട്ടികൾ വായനാ പങ്കാളികൾ പങ്കെടുക്കുന്ന വായനോത്സവം മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. ഈ കുട്ടികൾക്കൊക്കെ എല്ലാ വർഷവും മുടങ്ങാതെ വായനാ പങ്കാളികൾക്ക് അനുമോദന പത്രവും പുസ്തകങ്ങളും ചെടികളും ഒക്കെ കൊടുത്ത് വായനയെ ചേർത്തി പിടിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ്. ഇത് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ ഒരു ഗവൺമെന്റ് ഏജൻസിയിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം നേടിയല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ അംഗങ്ങൾ തന്നെയാണ് ഇതിനാവശ്യമായ സമയം ഒക്കെ കണ്ടെത്തുന്നത്. 250-ലധികം ഗ്രന്ഥകാരന്മാരെ പരിചയപ്പെടുത്താൻ കഴിയും. ആധുനിക സമൂഹത്തിലെ വിദ്യാർത്ഥികളെ വായനയിലേക്ക് അടുപ്പിക്കാൻ ഇത്രയും വിശേഷം ചെയ്യുന്ന മറ്റൊരു കൂട്ടായ്മ ഇല്ല എന്ന് തന്നെ പറയും. ഈ വർഷത്തെ ഒരു പ്രത്യേകത അവാർഡ് കൊടുക്കുന്നു എന്നതാണ്. വായനക്കാർ അവാർഡ് കൊടുക്കുന്നു എന്നതാണ് അക്ഷരായനത്തിന്റെ പ്രത്യേകത. അക്കാദമികളോ പുസ്തക പ്രസാധകരോ അല്ലാതെ വായനക്കാർ തെരഞ്ഞെടുക്കുന്നു എന്നത് പ്രാവശ്യത്തെ പ്രത്യേകതയാണ്. അവാർഡിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ജോയിന്റ് കൺവീനറായിട്ടുള്ള സെലവ് പറഞ്ഞു. അക്ഷരായനം 10ാമത് വായനോത്സവത്തോടനുബന്ധിച്ച് അക്ഷരപ്പത്ത് 2026 എന്നാണ് പേര്. അതിനോടനുബന്ധിച്ച് 10 വർഷത്തെ സുദീർഘമായ പ്രവർത്തനങ്ങളുടെ ഒരു മികവ് എന്ന നിലയിൽ ഈ വർഷം നമ്മുടെ അക്ഷരായനം സാഹിത്യ പുരസ്കാരം 2025 എന്ന പേരില് 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള മികച്ച ഒരു മലയാളം നോവലിന് പുരസ്കാരം കൊടുക്കാൻ അക്ഷരായനം സാഹിത്യ പുരസ്കാരം 2025 എന്ന പേരിലാണ് പുരസ്കാരം കൊടുക്കുന്നത്. ഇത് നമുക്ക് വായനക്കാർക്ക് പുസ്തകം നിർദ്ദേശിക്കാം, അതുപോലെ തന്നെ പ്രസാധകർക്ക് പുസ്തകം നിർദ്ദേശിക്കാം. അത് എഴുത്തുകാരുടെ അനുവാദത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ എഴുത്തുകാർക്കും പുസ്തകം നിർദ്ദേശിക്കാം. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങളുടെ 3 കോപ്പി നമ്മുടെ ചെയർമാൻ ശ്രീ യശോധരൻ സാർ അദ്ദേഹത്തിന്റെ അഡ്രസ്സിലാണ് 3 കോപ്പി വീതം അയക്കേണ്ടത്. അത് 3 ഘട്ട വിലയിരുത്തലുകൾക്ക് ശേഷം നമ്മൾ അവാർഡ് പ്രഖ്യാപിക്കും. അവാർഡ് നമ്മുടെ 2026 ജനുവരി 24-25 ഇപ്രാവശ്യം അക്ഷരായനം
അനുമോദന സദസ് നടക്കുന്നത്, കുടുംബ സംഗമവും നടക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ പുരസ്കാരം വിതരണം ചെയ്യും. പുരസ്കാരം 11,111 രൂപയുടെ ക്യാഷ് അവാർഡ്, അതുപോലെ തന്നെ പ്രശസ്തി പത്രം, ശില്പം എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. ഇതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും അക്ഷരായനത്തിന്റെ ഏറ്റവും ഒരു മികച്ച പ്രവർത്തനമായിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. കഴിഞ്ഞ വർഷം വരെ നമ്മള് ലൈബ്രറിയന്മാർക്ക് 4 വർഷം നമ്മൾ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും മികച്ച ലൈബ്രറിയന്മാർക്ക് പുരസ്കാരം നൽകിയിരുന്നു. പക്ഷെ ഈ വർഷം അത് ലൈബ്രറി കൗൺസിൽ തന്നെ നേരിട്ട് പുരസ്കാരം നൽകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പുരസ്കാരം ഇപ്രാവശ്യം ഒഴിവാക്കാൻ, റിപ്പിറ്റേഷൻ വരണ്ടല്ലോ എന്ന് കരുതി ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, താങ്ക് യു. അക്ഷരായനം അക്ഷരപ്പത്ത് എന്ന പേരിലുള്ള ഈ വർഷത്തെ 2026 ഈ വർഷത്തെ വായനോത്സവം നമ്മുടെ സമൂഹത്തിലുള്ള വിദ്യാലയങ്ങളിലുമെല്ലാം നടക്കുന്ന വിവിധ കാറ്റഗറികളിലായി നടക്കുന്ന ഈ വായനോത്സവം എന്ന പേരിൽ നടക്കുന്ന ഈ വായനാ മത്സരം ജൂൺ 19 വായനാ ദിനത്തിലാണ് ആരംഭിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള ഗ്രൂപ്പുകളിലായിട്ട് മലയാളം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന കാറ്റഗറികളിലും, അതേപോലെ തന്നെ ഇംഗ്ലീഷ് വായനയ്ക്കായിട്ട് ഇംഗ്ലീഷ് ഒഡീസി എന്ന പേരിൽ ഇംഗ്ലീഷ് കാറ്റഗറി 1, 2, 3 എന്ന പേരിലും നമ്മൾ ഈ വായനോത്സവം നടത്തി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ലിങ്ക് മുഖേന ആണ് നമ്മൾ കുട്ടികളെയും മുതിർന്നവരെയും ഇതേപോലുള്ള കാറ്റഗറികളിലേക്ക് വായനക്കാരെ പ്രവേശിപ്പിക്കുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തി എല്ലാ മീഡിയകളിലും, പേപ്പറുകളിലും, പത്രമാധ്യമങ്ങളിലുമെല്ലാം പ്രചരണം നടത്തുക എന്നൊരു ഉദ്ദേശമാണ്. നിങ്ങൾ എല്ലാവരും അതിന് വലിയ സഹായം ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു. ധാരാളം പേര് ഇപ്പോഴും രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വിദ്യാലയങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലുമെല്ലാം ഈ ലിങ്ക് മുഖേന ഞങ്ങൾ ഇപ്പോൾ നൽകി വരുന്ന ലിങ്ക് മുഖേന ധാരാളം വായനക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ പരിപാടിയുടെ വിജയം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം. ഓൺലൈനാണ് കംപ്ലീറ്റ്. ആളുണ്ട്, അല്ല മലയാളി കുട്ടികളാണ് മലയാളത്തിൽ വായിക്കുന്നത്, ഇംഗ്ലീഷ് കുട്ടികളെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. നമുക്ക് ഓസ്ട്രേലിയ, മെൽബൺ, ഡാർവിൻ, പിന്നെ ഫിൻലാൻഡ്, US, UAE അവിടുത്തെ ഒക്കെ കുട്ടികളുണ്ട്. പ്രവാസികളായ കുട്ടികളെ സംബന്ധിച്ച് മലയാളം വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത ഈ വർഷങ്ങളായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഒഡീസി എന്നുള്ള പേരില് ഇംഗ്ലീഷ് വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഗ്രൂപ്പുകൾ തുടങ്ങിയതോടുകൂടി ഒരു മലയാള കേരളം ബേസ് ചെയ്തിട്ടുള്ള വായനാ കൂട്ടായ്മയില് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും പ്രവാസികളായ കുട്ടികൾക്ക് മലയാളം വായനയോടുള്ള ഒരു താല്പര്യം വളർന്നു വരുന്നതായിട്ട് കാണാം. അതെ 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 അതെ, എല്ലാം ഓൺലൈനാണ്. യഥാർത്ഥത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള കുട്ടികൾക്ക് വായനയിലുള്ള താല്പര്യം വളർത്താൻ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് കോവിഡ് ലോക്ക്ഡൌൺ സമയത്താണ് ഇതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിയതും അത് കുട്ടികളുടെ കാറ്റഗറിയിൽ നിന്നും കാറ്റഗറി കൂടാതെ അധ്യാപകരും പൊതുസമൂഹവും ഒക്കെ ഉൾപ്പെടുന്ന കാറ്റഗറികൾ തുടങ്ങിയത്. അന്ന് കരുതിയിരുന്നത് കൂടുതൽ പ്രാധാന്യം കൗമാരക്കാരായ കുട്ടികളുടെ വായനയും അങ്ങനെയൊക്കെയാണ്. പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ അതിനൊരു ഔട്ട്പുട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ ആണ് അന്ന് പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോ ഈ വർഷം തന്നെ അതിന്റെ ഒരു ഫലം വരുന്ന രീതിയിൽ കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിദ്ധാർത്ഥ് ലോഫിംഗ് ബുദ്ധ എന്നുള്ള പേരിൽ ഒരു ക്രൈം ത്രില്ലർ ഈ വർഷം പ്രസിദ്ധീകരിച്ചു. അതുപോലെ പാഠപുസ്തകത്തില് കൃതികൾ വന്ന കുട്ടികളുണ്ട്. മേസിത്താര, കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ മേസിത്താര. അങ്ങനെ നമുക്ക് ഇനി പറയാവുന്ന കുട്ടികളുടെ പേരുകൾ പറയാവുന്ന രീതിയിൽ കുട്ടികൾ വായനയോടൊപ്പം എഴുത്തിലും പുസ്തക ചർച്ചകളിലും പങ്കെടുത്തു തുടങ്ങി. മുതിർന്നവരോടൊപ്പം ഉള്ള പുസ്തക ചർച്ചകളിൽ, വായനശാലകളിൽ പ്രകടമായി അക്ഷരായനത്തിന്റെ സഹയാത്രികരായ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം. എവിടെ? ഇല്ല, ഒരാള് മാത്രമേ ഇല്ലാത്തുള്ളൂ. ആ ടീച്ചർ കൂടി ഉണ്ട്, ശ്രീബ ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്.
ശ്രീഭാവി ഇല്ല. 6-ാമത്തെ ആൾ. ഫണ്ട് വാങ്ങുന്നു, എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഓരോ കൊല്ലം അതെ ഒരു 900-1000 അടുത്ത ആളുകൾ അതിന്റെ സമ്മേളന പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഇതിനു വേണ്ടി മാത്രം നാട്ടിൽ വരുന്ന ആളുകളുണ്ട്, ചെന്നൈയിൽ നിന്നും വിശാഖപട്ടണത്തിൽ നിന്നും ഒക്കെ, ഡൽഹിയിൽ നിന്നും. അപ്പൊ നിങ്ങളും ഈ വായന ഗ്രൂപ്പിൽ ചേരണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. വായന അത്യന്താപേക്ഷിതമാണ്. പുതിയ പുസ്തകങ്ങളെ കുറിച്ച് അറിയാൻ, പുതിയ പുസ്തകങ്ങളെ കുറിച്ച് ഗ്രന്ഥകാരന്മാരെ പരിചയപ്പെടാൻ ഏത് പ്രൊഫഷനിലുള്ളവരും വായനയും പുസ്തകവും കൂടെ കൊണ്ട് നടക്കണം. ഓക്കെ, താങ്ക് യു.